ഞാനിവിടെ ഉണ്ട്, ഇറങ്ങി നിന്ന് അതിനു വേണ്ടിയിട്ടാ ഇങ്ങോട്ട് വരാൻ വിളിക്കുന്നു. നിങ്ങൾ പറയണ്ടേ, നിങ്ങൾ വിനു മോഹൻ ഒന്ന് ഫോൺ ചെയ്ത് എന്നോട് പറയണ്ടേ ഇവരുടെ നിപ്പുണ്ടെന്ന്. ഞാൻ അന്നേരം ഇവിടെ വന്നേനെ. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത് ആലപ്പുഴയിലെ ഇന്നലെ പുറത്തു വന്ന അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് പുറത്തു വന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു ആരോഗ്യമന്ത്രി അല്ല സർജറി നടത്തുന്നത്, ഒരു ആരോഗ്യമന്ത്രി അല്ല ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കുന്നത്. അത് പറയാൻ എനിക്കൊരു നാണമില്ല. ഏഷ്യാനെറ്റ് ഇന്നലെ പറഞ്ഞല്ലോ, എന്റെ പടം കാണിച്ചിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത് സിസ്റ്റം അതെയല്ലേ? എന്താണ് ഞാൻ ചെയ്ത പിഴവെന്ന് പറഞ്ഞാട്ടെ. അതിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കല്ലേ, അത് പറയുമ്പോണ്ടല്ലോ അതൊക്കെ എന്റെ കയ്യും കാലും കൊണ്ട് അരച്ചിട്ട് കേറി. അല്ല, നിങ്ങളാണല്ലോ കാർഡ് കൊടുത്തേ, അപ്പൊ ഞാൻ ചെയ്ത പിഴവ് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ഉത്തരം പറ. 4-5 വർഷത്തിനിടയിലെ അത്തരം വീഴ്ചകൾക്കുള്ള ന്യായീകരണങ്ങൾ, വീഴ്ചകളുമായി ബന്ധപ്പെട്ടുള്ള നടപടി ഉറപ്പു നൽകൽ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലേട്ടാ. ഇങ്ങ ഉണ്മയെ சொல்லக்கூடாதுங்க. മിണ്ടാതിരടാ. ചാണ്ടിച്ചാനോട് എതിരെ പറയുന്നവരെ കഴുത്തിന് മേലെ തല കാണിയല്ല. അറിയാമോ നിനക്ക്? സർക്കാർ സംവിധാനത്തിൽ പ്രത്യേകിച്ചും ഗവൺമെന്റ് അതിന് ഉത്തരവാദിത്തപ്പെട്ടുകൊണ്ട് അതിലാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ അത് പറഞ്ഞപ്പോഴെനിക്ക് സംഭവം ഓർമ്മ വന്നേ. കപ്പൽ ആടി ഉലയുകയാണ്, പക്ഷേ അത് നിങ്ങളുടെ ദുസ്വപ്നമാണ്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇന്നല്ല അടിയന്തരമായ റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിച്ച് നൽകണം. അതിന്റെ അനുബന്ധമായി നടന്ന കാര്യങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഉച്ചയ്ക്ക് മുമ്പ് നൽകണമെന്നുള്ളത് DMEയോട് ആവശ്യപ്പെട്ടു. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ DHSനോട് അന്വേഷിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് കാണുന്നു, വളരെ ഗൗരവമായി കാണുന്നു. ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവും. സർ, ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നത് അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് കാണുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് പരാതികൾ ലഭിച്ചാൽ അത് എത്രയും വേഗം തന്നെ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. വീഴ്ചയുള്ള കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതും കൂടി കൂട്ടി 22,315 പ്രാവശ്യമാണ് കേൾക്കണത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അക്ഷീനയോട് ഞാൻ സംസാരിച്ച് ഞങ്ങളൊരു ഗവൺമെന്റിന്റെ ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഇത് തീർന്നില്ലേ? തീർന്നു. ശരി, കൂടെ ഉള്ളൂ. എത്രയും പെട്ടെന്ന് അതിലൊരു തീരുമാനം എടുത്ത് അർഷിനെ അറിയിക്കും എന്നുള്ളത് പറഞ്ഞു. വെറും വാഗ്ദാനം കിട്ടുക. ഇലക്ഷന് മാത്രമേ നമുക്ക് വരെ ആവശ്യമുള്ളൂ എന്ന് ആ പട്ടിണി പാവർക്ക് അറിയില്ലല്ലോ.